നോർമൽ ഡെലിവറി പെയിൻ എക്സ്പീരിയൻസ് ചെയ്ത് അതിനുശേഷം എപ്പിഡ്യൂറൽ എടുത്ത് ഫൈനലി സി സെക്ഷൻ ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടുണ്ടോ? ഇത് മൂന്നും ഗോത്രൂ ചെയ്ത ഒരുപാട് പേരുണ്ടാവും. ഡെലിവറി ഇങ്ങനെ നോർമൽ ആയിരുന്നോ എന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ നമ്മൾ സി സെക്ഷൻ ആന്ന് പറയുമ്പോൾ സുഖമായില്ലേ എന്ന് പറയും. ശരിക്കും രണ്ടും എക്സ്ട്രീംലി പെയിൻഫുൾ ആണ്. ഡിസംബർ 6th ഒരു നൈറ്റിലാണ് എനിക്ക് പെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. എക്സ്പെക്ടഡ് ഡ്യൂ ഡേറ്റ് എന്ന് പറയുമ്പോൾ ഒരു 1 week ഉണ്ടായിരുന്നു. ശരിക്കും അത് ഡെലിവറി പെയിൻ ആണെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാന്ന് പറഞ്ഞാണ് ഞാൻ പോകുന്നത്. അവിടെ എത്തിയപ്പോഴാണ് ഇത് ലേബർ പെയിൻ ആണ്, ഓൾമോസ്റ്റ് 2 centimeter ഓപ്പൺ ആണെന്നൊക്കെ പറയുന്നത്. ഉണ്ടായിരുന്നു കൂടെ. ഗോപിക ഡോക്ടറാണ് എന്നെ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. എനിക്കിങ്ങനെ വന്നു പോകുന്ന ഒരു പെയിൻ ആയിരുന്നു കേട്ടോ. ഞാൻ എപ്പിഡ്യൂറൽ എടുക്കാൻ തീരുമാനിച്ചു. ഇങ്ങനെ 10 centimeter ഡൈലേറ്റ് ആവുന്നു. ഇൻ ബിറ്റ്വീൻ ആണ് എനിക്ക് മെക്കോണിയം പാസ് ആവുന്നതും grade 2 ആവുന്നതും ഇമ്മീഡിയറ്റ് ആയിട്ട് സി സെക്ഷൻ വേണമെന്ന് പറയുന്നതും. നമ്മൾ പറഞ്ഞു ബേബിക്കും എനിക്കും ഏതാണ് നല്ലതെന്ന് വെച്ചാൽ അത് ചെയ്യാന്ന്. അങ്ങനെ അൽഹംദുലില്ലാ ഒരു 7-10 ആയപ്പോൾ ഒരു ബേബി ഗേളിനെ ഞാൻ ഡെലിവറി ചെയ്യുന്നു. ആ ഒരു ഫസ്റ്റ് കിസ് ഉണ്ടല്ലോ, നമ്മളെ കവിളിൽ കൊണ്ട് വെച്ച് തരുമല്ലോ അവര് കിസ് ചെയ്യാൻ വേണ്ടി. ആ ഒരു മൊമെന്റ് എക്സ്ട്രീംലി സ്പെഷ്യൽ ആയിരുന്നു. പറയണ്ടല്ലോ, നിങ്ങൾക്ക് റീഡ് എക്സ്പ്രഷൻ മനസ്സിലാവാം. പിന്നെ ഒരു 8 hours ശേഷമാണ് എന്നെയും ബേബിയും റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. പുതിയൊരു ഫാമിലി മെമ്പർ വന്ന ഹാപ്പിനെസ് നിങ്ങൾക്ക് കാണാം. എല്ലാവരും സൂപ്പർ എക്സൈറ്റഡ് ആൻഡ് ഹാപ്പി ആയിരുന്നു. ഈ ഒരു ഫേസ് ഡിഫിക്കൽട്ട് ആയിരിക്കും, നമ്മൾ ഭയങ്കര ഇമോഷണലി ഡൗൺ ആയിരിക്കും. ബട്ട് എല്ലാത്തിൻ്റെയും ലാസ്റ്റ് നമ്മുടെ ബേബിയുടെ ഫേസ് കാണുമ്പോൾ ഉണ്ടല്ലോ നമ്മളെല്ലാം മറക്കും. ഓൾ ദ ന്യൂ മോംസ് ഔട്ട് ദേർ, യു ആർ ഡൂയിങ് ഗ്രേറ്റ്. സോ ഇതാണ് എൻ്റെ ഒരു ഡെലിവറി ജേർണി എക്സ്പീരിയൻസ്. സീ യു ഗൈസ് വിത്ത് അനദർ വീഡിയോ.